അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വ അലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദു. പ്രിയമുള്ളവരെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ടുള്ളൊരു ജീവിതത്തിന് വേണ്ടി പരിശ്രമിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അതിനുള്ള ഭാഗ്യം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി ഈ ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ ഈ ഭൂമിയിൽ ഒരുപാട് സംവിധാനങ്ങൾ അള്ളാഹു സുബ്ഹാനഹു തആല സൃഷ്ടിച്ചിട്ടുണ്ട്. അവയെല്ലാം ഈ ഭൂമിയുടെ ഈ ലോകത്തിൻ്റെ ഏറ്റവും നല്ല നിലനിൽപ്പിന് വേണ്ടി ആവശ്യമായതാണ്. പല പ്രതിഭാസങ്ങളും സംഭവിക്കുമ്പോൾ നാം വിഷമിക്കുകയും അതിനെ കുറ്റപ്പെടുത്തുകയും അത്തരത്തിൽ അതിനോട് ഇഷ്ടമില്ലാത്ത രൂപത്തിലുള്ള പെരുമാറ്റങ്ങളും നടത്താറുണ്ട്. അത്തരം പ്രവണത ഒരു വിശ്വാസിക്ക് അനുയോജ്യമല്ല എന്നുള്ളത് നാം നേരത്തെ മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ പ്രതിഭാസങ്ങളും അള്ളാഹുവിൻ്റെ വിധികളിലും പൂർണ്ണമായ ക്ഷമ കൈക്കൊള്ളുക എന്നതാണ് ഒരു വിശ്വാസി സ്വീകരിക്കേണ്ടത് എന്നത് അടിസ്ഥാനപരമായ കാര്യമാണ്. നമുക്ക് ചുറ്റും കാറ്റ് വീശാറുണ്ട്. ചിലപ്പോൾ അതൊന്ന് ശക്തമായ കൊടുങ്കാറ്റായി മാറാറുമുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ നാം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇൻഷാ അള്ളാഹ് നാം അത് പഠിക്കുകയും അത്തരം സന്ദർഭങ്ങളിൽ ആത്മാർത്ഥതയോടുകൂടി മനസ്സറിഞ്ഞുകൊണ്ടുള്ള ഈ പ്രാർത്ഥന നിർവഹിക്കുകയും ചെയ്യണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. പ്രാർത്ഥന ഇപ്രകാരമാണ്: അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹ വ ഖൈറ മാ ഫീഹ വ ഖൈറ മാ ഉർസിലത് ബിഹി വ അഊദു ബിക മിൻ ശർരിഹ വ ശർരി മാ ഫീഹ വ ശർരി മാ ഉർസിലത് ബിഹി. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹ. അല്ലാഹുവേ, ഈ കാറ്റിലെ നന്മയെ ഞാൻ നിന്നോട് ചോദിക്കുന്നു. വ ഖൈറ മാ ഫീഹ. ഈ കാറ്റിൻ്റെ നന്മയെയും ഈ കാറ്റ് അയച്ചതിൽ ഉൾക്കൊണ്ടിരിക്കുന്ന നന്മയെയും ഞാൻ നിന്നോട് ചോദിക്കുന്നു. വ ഖൈറ മാ ഉർസിലത് ബിഹി. എന്തിനാണോ റബ്ബേ നീ ഈ കാറ്റ് അയച്ചത്, ആ കാറ്റ് അയക്കപ്പെട്ടതിൻ്റെ നന്മയെയും ഞാൻ നിന്നോട് ചോദിക്കുന്നു. വ അഊദു ബിക മിൻ ശർരിഹ. അല്ലാഹുവേ, ഈ കാറ്റിൻ്റെ ഷെറിൽ നിന്ന്, ഇത് ഉൾക്കൊണ്ടിട്ടുള്ള തിന്മയിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. വ ശർരി മാ ഫീഹ വ ശർരി മാ ഉർസിലത് ബിഹി. ഇത് നീ എന്ത് കാര്യത്തിനാണോ അയച്ചിട്ടുള്ളത്, ഒരു ഷെറായ കാര്യത്തിനാണ്, ഒരു തിന്മയായ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യത്തിനാണോ റബ്ബേ നീ ഈ കാറ്റ് അയച്ചിട്ടുള്ളത് എങ്കിൽ റബ്ബേ, അതിൻ്റെ തിന്മയിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്നാണ് പ്രാർത്ഥനയുടെ അർത്ഥം. നാം എല്ലാവരും ഇത് കാറ്റ് സംഭവിക്കുന്ന സമയത്ത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുവാൻ തയ്യാറാണ് എങ്കിൽ ഇൻഷാ അള്ളാഹ് അത്തരത്തിലുള്ള കാറ്റിൻ്റെ ഷെറിൽ നിന്ന്, കാറ്റുകൾ കൊണ്ട് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാകും. പലപ്പോഴും കാറ്റ് ചിലപ്പോൾ ഒരു ശിക്ഷയായിക്കൊണ്ട് തന്നെ അള്ളാഹു അയക്കാൻ സാധ്യതയുണ്ട്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ മുൻകഴിഞ്ഞ സമൂഹങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ് സമുദായത്തെ ഇത്തരത്തിലുള്ള വലിയ ഒരു കാറ്റുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ നശിപ്പിച്ചത്, അവരിലേക്കുള്ള ശിക്ഷ ഇറക്കിയത്. 7 രാത്രിയും 8 പകലും ഒരുമിച്ച് നിന്നുകൊണ്ട് തുടരെയായിക്കൊണ്ട് നിൽക്കാതെ തുടർന്നുകൊണ്ടുള്ള ഒരു കാറ്റുകൊണ്ട് അവരെ മുഴുവൻ ശക്തമായ കോട്ടകൾ വരെ അവരെ നശിപ്പിച്ചു കളയുന്ന അവസ്ഥ നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങളെ നമ്മൾ കാണുമ്പോഴേക്കും അള്ളാഹുലേക്ക് വേഗം അടുക്കുകയും പ്രാർത്ഥനയിൽ മുഴുകിക്കൊണ്ട് ക്ഷമയുള്ളവരായിക്കൊണ്ട് കഴിയുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ബാധ്യത എന്നുള്ളത് നാം ഓരോരുത്തരും മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള പ്രാർത്ഥനകളും സുന്നത്തുകളുമെല്ലാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് യഥാർത്ഥ സുന്നത്തുകളെ പിൻപറ്റിക്കൊണ്ട് അഖീദയിൽ യഥാർത്ഥ വിശ്വാസത്തിൽ അടിയുറച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ എന്നും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കുവാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.